ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. സ്കൂളിൽ പോകാൻ റെഡിയാവാം ഞങ്ങളിതാ കേട്ടോ. ഹലോ ഗൈസ്, സ്കൂളിൽ പോകാനായിട്ട് റെഡി റെഡി. ആദ്യം പൗഡർ, മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചത് ഇനി മേടിക്കണം. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്, സ്ഥിരം ഉപയോഗം. സാധാരണ ഞാനാണ് ഒരുക്കാറ്. നമ്മൾ ഒരുങ്ങണമെന്ന് വാശി ഒരുങ്ങിക്കോട്ടെന്ന് ഞാൻ വിളിച്ചു. കണ്ണൊക്കെ ഞാൻ എഴുതി തരാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഇപ്പൊ ഇട്ടാൻ മുഴുവൻ പോകും. പിന്നെ എൻ്റെ ഉടുപ്പ് കണ്ടേ, ഉടുപ്പ് കണ്ടേ എല്ലാം എൻ്റെ ഉടുപ്പ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത്. നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞാണ് ആദ്യം പൗഡറിടും, പിന്നെ കണ്ണിലും. കാരണം ക്യാമറ എടുക്കും, കരണ്ടില്ല, നമുക്ക് വെട്ടം കുറവാണ്, അപ്പം എല്ലാം കൂടെ നടക്കത്തില്ല. അതാണ് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാം. ഒരുങ്ങിക്കഴിഞ്ഞ ഔട്ട്ഫിറ്റാട്ടോ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോങ് വീഡിയോ ആയിപ്പോകുന്നു. രാവിലെ വീഡിയോ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. ഞാൻ ഉൾപ്പെടുത്തിയില്ല. വീഡിയോ ലോങ് ആവും. റെഡി ആയി കഴിഞ്ഞു. കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അല്ലെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ട് ഫൗണ്ടേഷനൊന്നും ഇട്ട് ഒരുങ്ങുന്ന ആളല്ല. അപ്പോൾ അവളെ കാണിക്കാം. എൻ്റെ ഈ ഉടുപ്പ് ഞാൻ ചുരിദാറായിട്ട് ഇടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അവൾ സമ്മതിക്കുകയില്ല. എനിക്കിത് ലൂസാണ്, ഞാൻ അല്പം മെലിഞ്ഞ കാരണം എനിക്കത് പറ്റില്ല. നേരത്തെ വണ്ണം ഉണ്ടായിരുന്നൊക്കെ സമയം ഇട്ടുകൊണ്ടിരുന്ന പോലെയല്ല. അപ്പം ഡ്രസ്സ് കാണിക്കുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അവളുടെ നിർബന്ധത്തിന് ഇട്ടതാട്ടോ. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അവൾ പറയുന്നത്. അവളുടെ ദിവസമാണെന്ന്, പ്രവേശനോത്സവം ജൂൺ 2. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കാണിക്കുക. പോകാനായിട്ട് സ്കൂട്ടറിൽ പോകുന്നതുകൊണ്ട് വലിയ ധൃതി വെച്ചില്ല. പതുക്കെ അങ്ങ് പോകും. 10:30ക്കാണ് പരിപാടി. തേകാലൊക്കെ ഞങ്ങളെന്തായാലും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LKG UKG പുതിയ അഡ്മിഷൻ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും പൂക്കൾ കൊടുക്കുന്നു, ബലൂൺ കൊടുക്കുന്നു, തൊപ്പി വെച്ച് കൊടുക്കുന്നു, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് ഗസ്റ്റായിട്ട് വന്നത് ഐക്യമാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന അജിയാർ സാറാണ്. സാറിൻ്റെ നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ക്ലാസ് എടുത്തു. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയിലാണ്, വളരെ സന്തോഷത്തിലാണ്. അവരുടെ ദിവസമാണല്ലോ. തൊപ്പിയൊക്കെ വെച്ച് എല്ലാവരെയും റെഡിയാക്കുകയാണ്. കുറേ അറേഞ്ച് ചെയ്തവരെ എല്ലാം പേര് വിളിച്ച് ഹോളിൽ കയറ്റി ഇരുത്തി. അപ്പം നല്ലൊരു ക്ലാസ് കൂടാൻ പറ്റില്ല. എനിക്ക് സന്തോഷം തോന്നി. പിള്ളേരെ എല്ലാം കയറ്റിയിരുത്തി ഹോളിൽ. 10:30 കഴിഞ്ഞ് 11 പരിപാടി തുടങ്ങിയപ്പോൾ 11 കഴിഞ്ഞു കേട്ടോ. അപ്പം അജി സാറിൻ്റെ ഒരു ക്ലാസ് കുട്ടികൾക്ക്, അവളാണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കയ്യും കലാശവും ഒക്കെ കാണിക്കുകയാണ്. എല്ലാ അമ്മമാരും കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നു. അതിലൊരു കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അച്ഛനാണ് കൊണ്ടുവിട്ടത്. അമ്മ വരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പ്രവേശനോത്സവം എന്ന് പറയുന്നതൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അജി സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറിൻ്റെ മെമ്മറി അപാരമാണ്, അപാരം. പഠിച്ചതിന്
നോക്കാം, ശരിയാണോ നോക്കാം. വന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ്. 7 5 6 0 1 7 9 3 2 8 1 7 5 2 3 5 7 9 8 1 4 5 6 വന്നവിടെ വരെ 7 1 5 9 0 0 1 3 2 5 4 7 9 1 0 7 2 1 4 5 2 3 2 1 5 8. എത്ര സമയം സാറ് പെട്ടെന്നത് ഓർത്ത് വെച്ച് പറയാന്ന് ഇത് ഞാൻ പറഞ്ഞാൽ സത്യത്തില് എൻ്റെ എത്തല്ലേ, എനിക്ക് എത്രാമത്തെ നമ്പർ അറിയണ്ടേ ചോദിക്കാം. നമ്പർ എന്ന് പറയുന്നത് 2. ആ 2ന്റെ താഴെ കിടക്കുന്ന നമ്പർ 1. ആ 1ന്റെ താഴെ കിടക്കുന്ന നമ്പർ പറയുന്നത് 3. അല്ല, 1ന്റെ താഴെ കിടക്കുന്നത് 1. ആ 1 2ന്റെ താഴെ കിടക്കുക. ഇത് തിരിച്ചു 8 5 8 5 1 2 3 2 4 3 2 7 0 9 7 4 5 2 6 6 3 1 0 0 9 5 1 7 6 5 4 1 9 8 7 അല്ല 9 8 7 5 3 2 5 7 1 8 2 3 പിന്നെ വരുന്നത് ഞാൻ പറയല്ലേ 9 7 1 0 6 5 7 8. എനിക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റി. അതിനുശേഷം എനിക്കിപ്പോൾ പഠിക്കാൻ എന്തെങ്കിലും പാടുള്ള സാധനം നോക്കി നടക്കുക ഒന്നുമില്ല, എന്തും പഠിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തു, കുറേ കുട്ടികളെ ടെസ്റ്റ് ചെയ്തപ്പം ഈ സ്കില്ല് എവിടെ ഇരിക്കുന്നത് അറിയാമോ? 8 വയസ്സിനകത്ത് ഇരിപ്പുണ്ട് സാധനം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളിൽ ഈ സ്കില്ല് ഒളിഞ്ഞു കിടപ്പുണ്ട്. ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ഈ സ്കില്ലുണ്ട്. പക്ഷേ കൃത്യമായി ട്രെയിനിങ്ങോ പ്രോപ്പറായിട്ടൊരു അഡ്വൈസോ ലഭിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അത് പറ്റാത്തത്. അതിന് വേണ്ടി ഒരു ട്രെയിനിങ്ങാണ് ഞാൻ ആദ്യം എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര അറിയാം. വീട്ടിൽ നിന്നിട്ട് ഒരു നമ്പർ എഴുതുക, കുട്ടിയെ കാണിക്കുക, മാറ്റുക. ശിവദ രാജേഷ്. നല്ല ക്ലാസ്സായിരുന്നു. പിന്നീട് LSS വിജയികൾക്ക് സാറ് നമ്പർ കൊടുക്കുന്നതാണ് കേട്ടോ. 2 കുട്ടികൾ ആ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു LSS വിജയികളായിട്ട്. സാർ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തവർക്കും 1ാം ക്ലാസ് മുതലുള്ള 4ാം ക്ലാസ് വരെയുള്ളവർക്കും പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് നല്ല കാര്യമാണ്. അവൾക്കും കിട്ടി. ബാഗാണ് കുഞ്ഞുപിള്ളേർക്ക് കിട്ടിയത്. 2ാം ക്ലാസ്സിന് മേലോട്ടുള്ളവർക്ക് ക്രയോൺസ്, ബുക്ക്, കളർ പേപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഫയലൊക്കെ ചെയ്ത് നല്ല അതിഗംഭീരമായിട്ട് അവരങ്ങനെ ഒരു ഇനാഗ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. കാരണം വീഡിയോ വളരെ വലുതായിപ്പോവും. ക്ഷമ നിങ്ങൾക്ക് കാണത്തില്ല. അല്ലെങ്കിൽ തിരി തെളിക്കുന്നതൊക്കെ ഞാൻ മാറ്റിയതാട്ടോ. തിരി തെളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പം ബാഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പോലും ബാഗ് ഗിഫ്റ്റ് കിട്ടുന്ന കണ്ടപ്പോഴത്തേനും കരച്ചിലൊക്കെ നിർത്തി. അപ്പം പ്രവേശനോത്സവം ഗംഭീര പരിപാടിയായിരുന്നു. കുട്ടികൾക്കെല്ലാം വളരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മുടെ കാലഘട്ടം അല്ലല്ലോ. അപ്പം ബാഗ് കണ്ടപ്പോൾ കരച്ചിൽ നിർത്തി. കുഞ്ഞുങ്ങളുടെ ദിവസമായിരുന്നില്ല അവർക്ക്. നല്ല കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ഞാൻ നൽകി ആ സമയത്ത്. അപ്പം ഈ ഒരു പുതിയ നല്ലൊരു വർഷം കുട്ടികൾക്കെല്ലാം നേരും കേട്ടോ. 2ാം തീയതി എന്നുള്ളത് കുട്ടികളുടെ ഒരു വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എൻ്റെ പുത്രി വന്ന് മേടിച്ചു. സാറിൻ്റെ അനുഗ്രഹം വാങ്ങി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അടുത്തതായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ലോക്കൽ മാനേജർ റവറൻഡ് തോമസ് പായിക്കാട് അച്ഛനാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ മേൽനോട്ടവും സാന്നിധ്യവും സ്കൂളിന് മുതൽക്കൂട്ടാണ്. സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷവും സ്കൂളിൽ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അച്ഛന് ഏറ്റവും തിരക്കാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സെൽഫി എടുത്തു. സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ പുള്ളിയെ കിട്ടിയത് നല്ലൊരു കാര്യമായിട്ടാണ്.
അന്നൂസിൻ്റെ പുതിയ സ്കൂളാണെന്നുള്ള ഫീലൊന്നും അവൾക്കില്ല. അംഗനവാടി പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണം. സാമ്പാർ, തോരൻ, അച്ചാർ, അങ്ങനെ നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ അവൾക്ക് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്, എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം ആ പാർക്കിൽ കുട്ടികൾക്കൊപ്പം കളിക്കുകയാണ്. അതൊക്കെ പുതിയ കൂട്ടുകാരാണ്, അവരോടൊപ്പം കളിക്കുകയാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞ് ധൃതിയൊക്കെയാണ്, പക്ഷെ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കളിയാട്ടോ. അതിലൂടെ കയറിയിട്ട് പോകാം അമ്മയെന്ന് എന്നോട് പറഞ്ഞു. അത് കാരണം ഞാൻ പിന്നെ വഴക്കൊന്നും പറയാൻ പോയില്ല, അതിലൂടെ കയറ്റി. അങ്ങനെ അവൾ കളിച്ചു. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ കയറാൻ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഉടുപ്പ് കൊണ്ട് ട്രൈ ചെയ്യാൻ പാടായിരുന്നു. അവളായിട്ട് അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കിട്ടി. എന്തൊക്കെ സാധനം നമുക്ക് നോക്കാം. നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി പെൻസിൽ കിട്ടി കേട്ടോ, ഒരു പെൻസില്, പിന്നെ ഒരു ബുക്ക് കിട്ടി, നോട്ട്ബുക്ക് കിട്ടിയിട്ടുണ്ട്. നോട്ട്ബുക്ക് കിട്ടി. പിന്നെ ഞാനൊരു മാർക്കർ മേടിച്ചായിരുന്നു കടയിൽ കയറി, മേടിച്ചിട്ടുള്ള. പിന്നെ ഒരു ക്രയോൺസ്, ഇതിനകത്ത് 12 ഉണ്ട്, പക്ഷെ ഒരു 10 എഴുതിയേക്കുന്നത്. 12 ഉണ്ട്, പക്ഷെ 10 എഴുതിയേക്കുന്നത്. പിന്നെ ഇത് ഒരു കുറച്ച് കളർ പേപ്പർ, ഗ്രീനും ഓറഞ്ച്, ഗ്രീന്, പിന്നെ ഒരു ബ്ലൂ ഇത്ര ഉണ്ട്. പിന്നെ ഇനിയും ഒരു സാധനങ്ങളുണ്ട്. ഈ റബ്ബർ, ഈ കൂട്ടൊരു റബ്ബർ ഇറേസർ, പെൻസിലൊക്കെ എഴുതിയാൽ മായ്ക്കത്തില്ല ആ സാധനം. ഇത്രയും സാധനങ്ങൾ ഇതുപോലൊരു ഫയലിനകത്തിട്ടാട്ടോ കൊടുത്തത്. ഇത് അമ്മയ്ക്ക് ഞാൻ കൊടുക്കും. 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് 1ാം ക്ലാസ്സിലേക്ക് ഫയലിനകത്തൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടാട്ടോ അവർക്ക് കൊടുത്തത്.